നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 29. അങ്ങനെ ഇന്ന് മുതൽ സെൻസെക്സിന്റെ പുതിയ വീക്ക്ലി മന്ത്ലി കോൺട്രാക്ട്സിലേക്ക് എൻ്റർ ആവുകയാണ്. കൂടാതെ നാളെയാണ് നിഫ്റ്റിയുടെ ഈ മാസത്തിലെ മന്ത്ലി എക്സ്പയറിയും. മാത്രമല്ല, ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ കണ്ട പോലെ തന്നെ ക്വാർട്ടർലി റീഷഫ്ലിംഗ് ഉള്ളതിനാൽ തന്നെ ഇന്നും നാളെയും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പക്ഷേ വോൾട്ടാലിറ്റി അനുഭവപ്പെടുവാനും ഇടയുണ്ട്. കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മൾ കണ്ട പോലെ തന്നെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ വീണ്ടും ചൂടുപിടിച്ച സാഹചര്യത്തിൽ ഇന്ന് വീണ്ടും വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ എണ്ണയുടെ വിലയിൽ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതുതായിട്ട് വന്ന ഡെവലപ്മെന്റ്, നാളെ ജൂൺ 30 ഖത്തറിലെ ദോഹയിൽ വെച്ച് ഇറാൻ US പ്രതിനിധികൾ വീണ്ടും ചർച്ചകൾ ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ട്സ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം ഇറാനിലെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ഏജൻസിയായ ഫാർസ് ന്യൂസ് ഏജൻസിയിലെ പത്രത്തിൽ നിന്നും ഇറാൻ അണുവായുധ നിർമ്മാണം തുടരണമെന്നുള്ള ഒരു ആർട്ടിക്കിളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇറാന്റെ ധനകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി ഇന്നലെ ഇറാഖിലേക്ക് നടത്തിയ സന്ദർശനത്തിൽ US ഇറാൻ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിയതായിട്ടുള്ള സ്ഥിരീകരണവും അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ആയാലും ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും വീണ്ടും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമായതിന്റെ ഇമ്പാക്ട് കാര്യമായ രീതിയിൽ തന്നെ സ്വാധീനിക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം 24,200 എന്ന ലെവൽ ഇന്ന് നിഫ്റ്റിക്ക് മുന്നോട്ട് മറികടക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ കൺസോളിഡേഷനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവുകയുമില്ല. അങ്ങനെ കൺസോളിഡേഷൻ നടക്കുകയാണെങ്കിൽ 23,800 തുടർന്ന് 23,750 എന്ന ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. എന്നാൽ 23,750 എന്ന ലെവൽ നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് ഇന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നാൽ ഒരുപക്ഷെ കാര്യങ്ങൾ വഷളാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം സെല്ലിംഗ് പ്രഷർ വർദ്ധിക്കുവാനും ബിയേഴ്സ് അവരുടെ ഗ്രിപ്പ് ടൈറ്റൻ ചെയ്യാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതേസമയം 24,200 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് അടുത്ത സൈക്കോളജിക്കൽ ലെവലായ 24,500 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി മെയ് മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെയും മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡേറ്റകളുടെയും റിലീസ് നടക്കാനുണ്ട്. അതേസമയം പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളൊന്നും ഇന്ന് നിലനിൽക്കുന്നതുമില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച അവസാന ട്രേഡിംഗ് സെഷനിൽ ശക്തമായ വോൾട്ടാലിറ്റി മാർക്കറ്റിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ശക്തമായ നേട്ടങ്ങളൊക്കെ ചോർന്നു പോയെങ്കിലും നേരിയ നേട്ടത്തോടുകൂടി തന്നെ ക്ലോസിംഗ് രേഖപ്പെടുത്തുവാൻ ഇന്ത്യൻ മാർക്കറ്റിൽ ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകൾക്ക് നടത്തുവാനും സാധിച്ചു. കൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബുധനാഴ്ച സെല്ലിംഗിന് ശേഷം വീണ്ടും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വ്യാഴാഴ്ച 383.76 കോടി രൂപയ്ക്ക് ബൈയിങ് ആണ് നടത്തിയത്. ഇന്ന് പ്രധാനമായും 2 IPOസിന്റെ ലിസ്റ്റിംഗ് ആണുള്ളത്. മെയിൻ ബോർഡിലേക്ക് ടേർട്ടിൽ മൈൻഡ് ഫിൻടെക് സൊല്യൂഷൻസിന്റെയും SME പ്ലാറ്റ്ഫോമിലേക്ക് അനുഭവ് പ്ലാസ്റ്റിന്റെ ലിസ്റ്റിംഗും ഇന്ന് നടക്കും. ജ്യോതി ലാബ്സ്, കൻസായി നെറോലാക് പെയിന്റ്സ്, കൽപാത്രു പ്രൊജക്ട്സ്, റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ സ്റ്റോക്കുകളുടെ എക്സ് ഡിവിഡന്റ് ഡേറ്റ് ആണ് ഇന്ന്. അതേസമയം കജാറിയ സെറാമിക്സിന്റെ ഷെയർ ബൈബാക്കിന്റെ എക്സ് ഡേറ്റും ഇന്നാണ്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ എല്ലാ ADR സ്റ്റോക്സിനും നേട്ടത്തോടുകൂടി തന്നെ കഴിഞ്ഞ ദിവസം US മാർക്കറ്റിൽ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. ആക്സിസ് ബാങ്ക് ADRന് 0.5%, ഡോക്ടർ റെഡ്ഡീസിന് 0.25%, അതേസമയം HDFC ബാങ്ക്, ICIC ബാങ്ക് ADRകൾക്ക് 1.5%, ഇൻഫോസിസ് ADRന് 2%, വിപ്രോയ്ക്ക് 3.5%-ലേറെയും നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് അവധിയായിരുന്നെങ്കിലും ഗ്ലോബൽ മാർക്കറ്റിൽ ട്രേഡിംഗ് നടന്നിരുന്നു. US മാർക്കറ്റിൽ S&P 500-നും നാസ്ഡാക്കിനും ഡോ ജോൺസ് ഫ്യൂച്ചറിനും ചോപ്പി ട്രേഡിംഗ് സെഷനു ശേഷം നേരിയ നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നെങ്കിലും ഇന്ന് രാവിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ
നേരിയ നേട്ടത്തോടുകൂടി അഥവാ 88 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം പുനരാരംഭിച്ചിട്ടുള്ളതും. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%, ഫ്രാൻസ് മാർക്കറ്റിന് 0.5%, ജർമ്മൻ മാർക്കറ്റിന് 1.25%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. വ്യാഴാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും ഗിഫ്റ്റ് നിഫ്റ്റിയിൽ വ്യാപാരം തുടർന്നിരുന്നു. ശനിയാഴ്ച വെളുപ്പിന് 2:30യോടുകൂടി 6 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡിംഗ് അവസാനിപ്പിച്ചതെങ്കിൽ ഇന്ന് രാവിലെ 6:30യോടുകൂടി വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ 8 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 24,104.50 എന്ന ലെവലില് ഫ്ലാറ്റ് ആയിട്ടാണ് റീ ഓപ്പണിംഗ് നടത്തിയിരിക്കുന്നതും. ആയതിനാൽ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. നിലവിൽ 6:45 സമയം. ഇനിയും മാർക്കറ്റ് ഓപ്പൺ ആകാൻ 2.5 മണിക്കൂർ ഉള്ളതിനാൽ തന്നെ ഒരുപക്ഷെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയി വരുമ്പോഴേക്കും ലെവലുകൾ മാറി മറിയാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് ഹൈലി വോൾട്ടൈൽ ആണ്. അതേസമയം ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 1%-ലേറെയും നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം പുനരാരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയില് ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 0.62%-ന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1%-നടുത്തും ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില $79.42 ക്രൂഡ് ഓയിലിന്റെ വില $69.86 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വിലയിൽ വ്യാഴാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം നേരിയ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും ഇന്ന് രാവിലെ വീണ്ടും വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ 0.5%-ലേറെ അഥവാ $23 ഇടിവോടുകൂടി 4063.81 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR 1.02 എന്ന നിലയിൽ ബുള്ളിഷ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 24,100 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നതും. ഒരുപക്ഷെ ഇന്ന് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ മാറി മറിയാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നതും. ശക്തമായ നേട്ടത്തിന്റെ ഭൂരിഭാഗം പോയിന്റുകളും ചോർന്നു പോയെങ്കിലും നിഫ്റ്റിക്ക് അതിന്റെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 100-ഡേ EMA ഇൻട്രാഡേ ബേസിസിൽ മറികടക്കുവാൻ സാധിച്ചെങ്കിലും അത് നിലനിർത്തുവാൻ സാധിക്കുകയും ചെയ്തില്ല. എങ്കിലും നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുക മാത്രമല്ല അവയ്ക്ക് അവയുടെ അപ് ട്രെൻഡ് നിലനിർത്തുവാനും സാധിച്ചു. RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 56.97 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ശ്രീറാം ഫൈനാൻസ് വരുന്ന ക്വാർട്ടർലി റീഷഫിളില് സെൻസെക്സ് ഇൻഡെക്സിൽ നിന്നും ബജാജ് ഫിൻസർവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ ശ്രീറാം ഫൈനാൻസ് സ്ഥാനം പിടിച്ചേക്കാം. BSE നിഫ്റ്റി 50 ഇൻഡെക്സിൽ വരുന്ന ക്വാർട്ടർലി റീഷഫിളില് വിപ്രോയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നിഫ്റ്റി 50 ഇൻഡെക്സിലേക്ക് BSE കടന്നു വരുമെന്നുള്ള റിപ്പോർട്ട്സ് ആണ് വരുന്നതും. ടോറന്റ് പവർ L&T പവർ ഡെവലപ്മെന്റിൽ നിന്ന് 3,632.35 കോടി രൂപയ്ക്ക് നഫ പവറിന്റെ 100% ഷെയറുകളും ഏറ്റെടുക്കുന്ന പ്രക്രിയ കമ്പനി പൂർത്തിയാക്കി. BEML ഹെവി എർത്ത് മൂവിംഗ് എക്യുപ്മെന്റ്സുകൾ വിതരണം ചെയ്യുന്നതിനായിട്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നും $5.35 മില്യൺ എക്സ്പോർട്ട് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. JSW ഇൻഫ്രാസ്ട്രക്ചർ 7,502.69 കോടി രൂപയുടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ജൂൺ 25 കഴിഞ്ഞ വ്യാഴാഴ്ച കമ്പനി വിജയകരമായിട്ട് പൂർത്തിയാക്കി. സൈഡസ് ലൈഫ് സയൻസ് ശ്രീലങ്കയിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാണ ഫെസിലിറ്റി സ്ഥാപിക്കുന്നതിനായിട്ട് $20 മില്യൺ അധികം നിക്ഷേപത്തോടെ സൈഡസ് സൺഷൈൻ ലൈഫ് സയൻസ് എന്ന തന്ത്രപരമായ സംയുക്ത സംരംഭം രൂപീകരിക്കുന്നതായിട്ട് സൈഡസും സൺഷൈൻ ഹെൽത്ത് കെയറും പ്രഖ്യാപിച്ചു. ONGC കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ടും കീ മാനേജറിയൽ പേഴ്സണലും ഡയറക്ടറുമായി ശ്രീ അനുപം അഗർവാളിനെ ഉടൻ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ നിയമിക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. നൈബ് ജൂൺ 25 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കീ മാനേജറിയൽ പേഴ്സണൽ എന്നീ സ്ഥാനങ്ങളിൽ നിന്ന് ശ്രീ പ്രകാശ് ഹാരിയ ഗാസെ രാജിവെച്ചു.
KEC ഇന്റർനാഷണൽ ജൂൺ 26 കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ KEC ഇന്റർനാഷണലിനെതിരായിട്ടുള്ള ഒഴിവാക്കൽ ഉത്തരവ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പിൻവലിച്ചു. ഇനി മുതൽ പവർ ഗ്രിഡ് ടെൻഡറുകളിലും കരാറുകളിലും കമ്പനിക്ക് ഉടനെ തന്നെ ബിഡറായിട്ടോ സബ് കോൺട്രാക്ടായിട്ടോ പങ്കെടുക്കാനുള്ള അനുമതി ഇതിലൂടെ ലഭിക്കുകയും ചെയ്തു. നമുക്കൊക്കെ അറിയാം, ഏതാനും മാസങ്ങൾക്ക് മുൻപ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ KEC ഇന്റർനാഷണലിലെ ടെൻഡറുകളിലും സബ് കോൺട്രാക്റ്റിൽ നിന്നും വിലക്കിയിരുന്നു. ട്രാൻസ് റെയിൽ ലൈറ്റിംഗ് ഏകദേശം 450 കോടി രൂപയുടെ പുതിയൊരു ഇന്റർനാഷണൽ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.